നമസ്കാരം. ഈ വാർത്താ ദിനത്തിൽ ഇന്നിതുവരെ വന്ന വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താ സന്ധ്യ ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും വാർത്താ സന്ധ്യയിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്കാണ്. CPIM-നെ വെട്ടിലാക്കി നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം പുറത്ത്. കരുവന്നൂർ തട്ടിപ്പ് കേസിൽ ആരോപണ വിധേയരായ AC മൊയ്തീൻ, MK കണ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് ശബ്ദരേഖ. ആരോപണങ്ങൾ നിഷേധിച്ച CPIM നേതൃത്വം ശരത് പ്രസാദിൽ നിന്ന് വിശദീകരണം തേടുമെന്ന് അറിയിച്ചു. വിവാദമായതോടെ ശബ്ദ സംഭാഷണത്തിന്റെ ആധികാരികതയിൽ സംശയം പ്രകടിപ്പിച്ച ശരത് പ്രസാദ് രംഗത്തെത്തി. കരുവന്നൂർ സഹകരണ ബാങ്ക് ക്രമക്കേടും നടത്തറ സഹകരണ സംഘത്തിലെ അഴിമതി ആരോപണവും നിലനിൽക്കെയാണ് CPIM-നെ കുരുക്കിലാക്കി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം. CPIM നടത്തറ ലോക്കൽ കമ്മിറ്റി അംഗം നിബിനുമായി നടത്തിയ സംഭാഷണത്തിൽ MLA-മാരായ സേവർ ചുറ്റിലപ്പള്ളിക്കും KK രാമചന്ദ്രനുമെതിരെ പരാമർശങ്ങളുണ്ട്. ആരോപണങ്ങൾ CPIM ജില്ലാ നേതൃത്വം തള്ളി. ഇതേക്കുറിച്ച് ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ശബ്ദ സംഭാഷണത്തിലെ ആരോപണത്തിൽ MK കണ്ണന്റെ പ്രതികരണം ഇങ്ങനെ: ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതൽ ഒരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. വർഷങ്ങൾക്ക് മുമ്പുള്ള ശബ്ദ സംഭാഷണമെന്നാണ് CPIM വിശദീകരണം. സംഭാഷണം വിവാദമായതോടെ നേതാക്കളെ സംബന്ധിച്ച് തനിക്ക് അങ്ങനൊരു അഭിപ്രായമില്ലെന്നാണ് ശരത് പ്രസാദിന്റെ മലക്കം മറിച്ചൽ. ശബ്ദ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ആദായനികുതി വകുപ്പിന് അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര പരാതി നൽകി. ഇതിന്റെ ശബ്ദ സംഭാഷണത്തിൽ ശരത് പ്രസാദുമായി സംസാരിച്ച CPIM നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി അംഗം നിബിൻ ശ്രീനിവാസനെ മറ്റൊരു സംഭവത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. 24 തൃശൂർ. CPI സംസ്ഥാന കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ വ്യാപക വെട്ടിനിരത്തൽ. നേതൃത്വത്തിന് അനഭിമതരായ നേതാക്കളെ തിരഞ്ഞുപിടിച്ച് ഒഴിവാക്കി. ഇടുക്കിയിലെ KK ശിവരാമനെയും തിരുവനന്തപുരത്തെ മീനാങ്കൽ കുമാറിനെയും സോളമൻ വെട്ടുകാടിനെയും എറണാകുളത്തെ ബാബു പോളിനെയും സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി. ഇടുക്കി ജില്ലാ കൌൺസിലിന്റെ പരാതിയെ തുടർന്ന് മഹിളാ സംഘം നേതാവ് ES ബിജിമോളെ സംസ്ഥാന കൌൺസിലിൽ ഉൾപ്പെടുത്തിയില്ല. കൌൺസിലിൽ നിന്ന് ഒഴിവാക്കിയതിനെ പരസ്യമായി ചോദ്യം ചെയ്ത് മീനാങ്കൽ കുമാർ രംഗത്തു വന്നു. സ്റ്റേറ്റ് സെന്ററിന്റെ കോട്ടയ്ക്ക് പുറത്തുനിന്നുള്ള സംസ്ഥാന കൌൺസിൽ അംഗങ്ങളെ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികൾ തിരഞ്ഞെടുക്കുന്നതാണ് CPIയുടെ രീതി. ഇതുപ്രകാരം ജില്ലകളിലെ പ്രതിനിധികൾ പ്രത്യേകം യോഗം ചേർന്നപ്പോഴാണ് വെട്ടിനിരത്തൽ നടന്നത്. ഇടുക്കിയിൽ നിന്നുള്ള KK ശിവരാമന്റെ ഒഴിവാക്കലാണ് ഏറ്റവും ശ്രദ്ധേയം. സംസ്ഥാന നേതൃത്വത്തിനെതിരെ നിരന്തരം ശബ്ദമുയർത്തുന്ന KK ശിവരാമനെ 75 വയസ്സ് പ്രായപരിധി പറഞ്ഞാണ് ഒഴിവാക്കിയത്. എന്നാൽ ശിവരാമന്റെ പ്രായം 73 വയസ്സ് മാത്രം. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി പുറത്തിറങ്ങിയ ലഘുലേഖയുടെ പേരിൽ തിരുവനന്തപുരത്തെ നേതാക്കളായ മീനാങ്കൽ കുമാറിനെയും സോളമൻ വെട്ടുകാടിനെയും ഒഴിവാക്കി. ഒഴിവാക്കലിനെ പരസ്യമായി ചോദ്യം ചെയ്ത് മീനാങ്കൽ കുമാർ രംഗത്ത് വന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അതുപോലെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയും അതിൻ്റെ എല്ലാം ചുമതല വഹിക്കുന്ന നേതാക്കന്മാരാണ്. എന്താണ് എന്നെ ഒഴിവാക്കിയതിനെ സംബന്ധിച്ച് കൃത്യതയോടുകൂടിയുള്ള വിവരം മറുപടി പറയേണ്ടത്. അത് കഴിഞ്ഞാൽ തീർച്ചയായും അത് എന്ത് എന്ന് നോക്കി അതിനെ സംബന്ധിച്ച് വീണ്ടും പ്രതികരിക്കേണ്ടി വന്നാൽ അത് പ്രതികരിക്കും. അഭിപ്രായങ്ങൾ തുറന്നു പറയും. തുറന്ന് പറയുന്നിടത്ത് ഉറച്ചു നിൽക്കും. ഒരു കാരണവശാലും ഇഞ്ചിനെഞ്ച് പിറകോട്ട് പോകുന്ന പ്രശ്നമില്ല. കാനം രാജേന്ദ്രന്റെ വിശ്വസ സഹായിയായിരുന്ന ASF മുൻ സംസ്ഥാന സെക്രട്ടറി ശുഭേഷ് സുധാകരനെയും സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി. ASFന്റെ മറ്റൊരു മുൻ നേതാവായ KS സന്ദീപും സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. എറണാകുളത്തു നിന്നുള്ള സംസ്ഥാന കൌൺസിൽ അംഗം ബാബു പോളും ഒഴിവായി. മുൻ ജില്ലാ സെക്രട്ടറി P രാജുവിന്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട വിവാദമന്വേഷിച്ച കമ്മീഷൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ നേതാക്കളിൽ ഉൾപ്പെട്ടയാളാണ് ബാബു പോൾ. ബാബു പോൾ സ്വയം ഒഴിവായതാണെന്നാണ് ഔദ്യോഗിക വിശദീകരണം. മുൻ MLA-യും മഹിളാ നേതാവുമായ ES ബിജിമോളെയും സംസ്ഥാന കൌൺസിലിൽ നിന്ന് ഒഴിവാക്കി. സംസ്ഥാന കൌൺസിലിലെ ക്ഷണിതാവായിരുന്നു ബിജിമോൾ. ബിജിമോളെ സംസ്ഥാന കൌൺസിൽ നേതൃത്വത്തിനെ ഇടുക്കി ജില്ലാ കൌൺസിൽ ശക്തമായി എതിർത്തു. പീരുമേട് മണ്ഡല സമ്മേളനത്തിലെ പ്രശ്നങ്ങൾ സംബന്ധിച്ച പരാതിയിൽ തീർപ്പാക്കാതെ ബിജിമോളെ ഉൾപ്പെടുത്തരുതെന്നായിരുന്നു ഇടുക്കി ജില്ലാ കൌൺസിലിന്റെ ആവശ്യം. ഇതേ തുടർന്ന് സംസ്ഥാന കൌൺസിലിലെ മഹിളാ സംഘത്തിന്റെ കോട്ട ഒഴിച്ചിട്ടിരിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ കമലാ സദാനന്ദനെയും KM ദിനകരനെയും സംസ്ഥാന കൌൺസിൽ നിലനിർത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്ന് R ശ്രീജിത്ത്, 24. CPI സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വം തുടരും. ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ ഐകകണ്ഠ്യേനയാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തത്. 103 അംഗ സംസ്ഥാന കൌൺസിലിനെയും 9 അംഗ കൺട്രോൾ കമ്മീഷനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. സംസ്ഥാന സമ്മേളനത്തിൽ ഉപരി കമ്മിറ്റി പ്രതിനിധികളായി പങ്കെടുത്ത ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ യോഗത്തിലാണ് ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി തുടരട്ടെ എന്ന ധാരണയുണ്ടായത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കൌൺസിലിന്റെ ആദ്യ യോഗത്തിൽ ദേശീയ ജനറൽ സെക്രട്ടറി D രാജ ഈ നിർദ്ദേശം അവതരിപ്പിച്ചു.
കൗൺസിൽ അംഗങ്ങൾ ഒന്നടങ്കം അംഗീകരിച്ചതോടെ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറിയായി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കപ്പെട്ടു. Comrade Binoy Vishwam as the secretary of our party in Kerala, and he will be the secretary for the coming years. കാനം രാജേന്ദ്രന്റെ ആകസ്മിക നിര്യാണത്തിന് പിന്നാലെ സെക്രട്ടറി പദത്തിലെത്തിയ ബിനോയ് വിശ്വം ഇതാദ്യമായാണ് സമ്മേളനത്തിലൂടെ പാർട്ടിയുടെ നായക പദവിയിൽ എത്തുന്നത്. സംസ്ഥാന സമ്മേളനത്തിലെ ചർച്ചകളിലെ വികാരം ഉൾക്കൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ഉറപ്പ്. നിസ്സാരമല്ലാത്ത ഗൗരവമേറിയ വെല്ലുവിളിക്ക് മുമ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പതറാതെ മുന്നോട്ട് പോകും. 103 അംഗ സംസ്ഥാന കൗൺസിലിനെയാണ് CPI ആലപ്പുഴ സമ്മേളനം തെരഞ്ഞെടുത്തത്. 11 കാൻഡിഡേറ്റ് അംഗങ്ങളെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. സംസ്ഥാന എക്സിക്യൂട്ടീവിനെയും അസിസ്റ്റന്റ് സെക്രട്ടറിമാരെയും പാർട്ടി കോൺഗ്രസ് ശേഷം തിരഞ്ഞെടുക്കും. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ നടത്താനിരിക്കുന്ന ന്യൂനപക്ഷ സംഗമത്തിൽ വിശദീകരണവുമായി സർക്കാർ. ന്യൂനപക്ഷ സംഗമമല്ല നടത്തുന്നതെന്നും വിവിധ വകുപ്പുകളുടെ സെമിനാറാണെന്നും സർക്കാർ വിശദീകരിക്കുന്നു. ഇതിനിടെ ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഈ മാസം 22-ന് സംഘപരിവാർ സംഘടനകൾ പ്രഖ്യാപിച്ച വിശ്വാസ സംഗമത്തിന് രൂപരേഖയായി. ആഗോള അയ്യപ്പ സംഗമം പോലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് സർക്കാർ വിശദീകരണം. 2031 കേരളം എങ്ങനെയായിരിക്കണം, വികസനത്തിന്റെ പ്രധാന മേഖലകളിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാകണം എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് സെമിനാർ. ഒക്ടോബർ 1 മുതൽ 30 വരെയുള്ള തീയതികളിൽ എല്ലാ വകുപ്പുകളുടെയും സെമിനാർ വിവിധ ജില്ലകളിലായി നടക്കും. ഇതിന്റെ ഭാഗമായി ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന സെമിനാറിനെയാണ് സംഗമമാക്കി ചിത്രീകരിക്കുന്നത് എന്ന് സർക്കാർ പറയുന്നു. സർക്കാരിനെ പരിഹസിച്ച് പ്രതിപക്ഷം രംഗത്തെത്തി. 50 കൊല്ലം ആലോചിക്കാത്ത കാര്യങ്ങൾ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ അയ്യപ്പനോടുള്ള ഭക്തി അപ്പം നോക്കിയപ്പോൾ വിചാരിച്ചു അത് വേറെ തരത്തിൽ ചിത്രീകരിക്കപ്പെടും. എന്നാൽ ന്യൂനപക്ഷങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് വേറെ സംഗമം. ഇതെന്താ ഇതെന്ത് പാർട്ടിയാണ്, എന്ത് സർക്കാരാണിത്? ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി സംഘപരിവാർ സംഘടനകൾ പ്രഖ്യാപിച്ച വിശ്വാസ സംഗമത്തിന് രൂപരേഖയായി. ഈ മാസം 22-ന് പന്തളത്ത് ശബരിമല സംരക്ഷണ സമ്മേളനം എന്ന പേരിലാണ് വിശ്വാസ സംഗമം. സമ്മേളനത്തിന് BJP രാഷ്ട്രീയ പിന്തുണ നൽകും. വിശ്വാസത്തിൽ ഊന്നി നിൽക്കുന്ന വികസനം, ഇതാണ് ശബരിമല കർമ്മസമിതി ഈ ശബരിമല സംരക്ഷണ സംഗമത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത്. അല്ലാതെ ഇതൊരു രാഷ്ട്രീയ തട്ടിപ്പോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ബദലുമല്ല. 15,000-ഓളം പേർ വിശ്വാസ സംഗമത്തിൽ പങ്കെടുക്കും. 24 തിരുവനന്തപുരം. സർക്കാരിന്റെ ന്യൂനപക്ഷ സംഗമം ആത്മാർത്ഥതയില്ലാത്ത തീരുമാനമാണെന്ന് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. പല കാര്യങ്ങളിലും ന്യൂനപക്ഷങ്ങളോട് നീതിപൂർവകമായ തീരുമാനം സർക്കാർ എടുക്കുന്നില്ല എന്ന് ആർച്ച് ബിഷപ്പ് കുറ്റപ്പെടുത്തി. ഏതൊരു നീക്കത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സംഗമത്തെക്കുറിച്ച്, ജനിക്കാത്ത കുഞ്ഞിൻ്റെ ജാതകത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട. എന്താണ് സംഗമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്, ആരെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നത്, ഇതൊന്നും അറിയാത്തിടത്തോളം കാലം നമ്മൾ അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഹൈക്കോടതി അനുമതിയില്ലാതെ ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാള അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയതിൽ ഖേദം പ്രകടിപ്പിച്ച ദേവസ്വം ബോർഡ്. സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശം. കോടതി പരാമർശത്തെ തുടർന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണി നിർത്തിവെച്ചതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചു. സ്വർണ്ണപ്പാളി വിഷയത്തിൽ ദേവസ്വം ബോർഡ് ഒന്നാകെ പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ വീഴ്ച സമ്മതിച്ചു. കോടതിയിൽ നിരുപാധികം മാപ്പ് പറഞ്ഞു. സന്നിധാനത്ത് ഇതുവരെ സ്വർണം പൂശിയ നടപടികളുടെ രേഖകൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കാൻ വിജിലൻസ് ചീഫ് സെക്യൂരിറ്റിക്ക് കോടതി നിർദ്ദേശം നൽകി. രേഖകൾ പരിശോധിച്ച ശേഷം സ്വർണ്ണപ്പാളി തിരികെ കൊണ്ടുവരുന്നതിൽ തീരുമാനമെടുക്കും. സ്വർണ്ണപ്പാളി ഉരുക്കിയ കാര്യം ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. അറ്റകുറ്റപ്പണി അവസാന ഘട്ടത്തിൽ ആയിരുന്നു. എന്നാൽ കോടതി ഇടപെട്ടതിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചതായി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് അറിയിച്ചു. അതിനിടെ ശബരിമല ശ്രീകോവിലിന്റെ വാതിലും തകരാറിലായി. സന്നിധാനത്ത് തന്നെ അറ്റകുറ്റപ്പണികൾ നടത്താനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കഴിഞ്ഞ വർഷം തന്നെ ക്ഷേത്രം തന്ത്രി തകരാറ് പരിഹരിക്കാൻ ദേവസ്വം ബോർഡിന് നിർദ്ദേശം നൽകിയിരുന്നു. 24 കൊച്ചി. ബീഹാറിന് പിന്നാലെ കേരളത്തിലും സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വരുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വന്നാൽ ഉടൻ അന്തിമ പ്രഖ്യാപനമുണ്ടാകും. SIR നടപ്പാക്കുന്നതിൽ ഒരാശങ്കയും വേണ്ടെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ SIR നടപ്പാക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ സൂചന നൽകിയിരുന്നു. തദ്ദേശ വാർഡുകളുടെയും തുടർന്ന് തദ്ദേശ സ്ഥാപന അധ്യക്ഷ സ്ഥാനങ്ങളിലേക്കുള്ള സംവരണം നിശ്ചയിക്കുന്ന നടപടികളും ഈ മാസം അവസാനമോ ഒക്ടോബർ ആദ്യമോ നടക്കും. ഇതിനു മുൻപായി SIRന്റെ പ്രാഥമിക നടപടികൾ തുടങ്ങാനാകുമെന്നാണ് വിലയിരുത്തൽ.
SIR സംബന്ധിച്ച് പ്രത്യേക പരിശീലന പരിപാടികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മാധ്യമപ്രവർത്തകർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും നൽകും. തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ SIR നടപടികൾ സങ്കീർണമാകുമെന്ന ആക്ഷേപവുമുണ്ട്. എന്നാൽ അർഹരായ എല്ലാവരെയും പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ രത്തൻ യു ഖേൽക്കർ. This will all go as per the schedule. Election Commission of India പറയുന്ന ഷെഡ്യൂൾ അനുസരിച്ച് തന്നെയായിരിക്കും അത് വരാൻ പോകുന്നത്. ആ വരുന്ന സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരുടെ സഹായത്തോടു കൂടി ജനങ്ങളുടെ ഇടയിൽ ആ ഇൻഫർമേഷൻ എത്തിക്കും. വോട്ടർ പട്ടികയിൽ അനധികൃതമായി കടന്നുകൂടിയ പൗരന്മാരല്ലാത്തവരെ ഒഴിവാക്കി പട്ടിക അടിമുടി പരിഷ്കരിക്കുന്ന പ്രക്രിയയാണ് SIR എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം. BJPക്ക് വേണ്ടിയുള്ള വെട്ടിനിരത്തലാണെന്നും വോട്ട് കൊള്ളയുടെ മറ്റൊരു രൂപമാണെന്നുമാണ് കോൺഗ്രസ് ആരോപണം. 24 തിരുവനന്തപുരം. കോഴിക്കോട് വെസ്റ്റ് ഹിൽ വിജിൽ തിരോധാന കേസിൽ വിജിലിന്റേതെന്ന് കരുതുന്ന മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തി. സരോവരത്തെ ചതുപ്പിൽ പ്രതികൾ ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് തന്നെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നായിരുന്നു വിജിലിന്റെ പിതാവ് വിജയന്റെ പ്രതികരണം. പ്രതികളായ നിഖിലിന്റെയും ദീപേഷിന്റെയും സാന്നിധ്യത്തിൽ സരോവരത്തെ ചതുപ്പിൽ നടത്തിയ തിരച്ചിലാണ് വിജിലിന്റേതെന്ന് കരുതുന്ന 53 അസ്ഥികൾ കണ്ടെത്തിയത്. വസ്ത്രങ്ങളുടെയും ബെൽറ്റിന്റെയും അവശിഷ്ടങ്ങളും കണ്ടെത്തി. മൃതദേഹം ചതുപ്പിൽ കെട്ടിത്താഴ്ത്താൻ ഉപയോഗിച്ച കല്ലുകളും കണ്ടെത്തി. അസ്ഥികളുടെ ഭാഗങ്ങൾ DNA ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കും. 8 ദിവസം നീണ്ട ദുഷ്കരമായ തിരച്ചിലിനൊടുവിലാണ് ഇവ കണ്ടെത്തിയത്. ഇപ്പം 2019 നടന്നൊരു സംഭവമാണ്. അപ്പം അവർ തുടക്കത്തിൽ കാണിച്ചു തന്ന സ്പോട്ട് അവിടെ നിന്ന് ഏറിപ്പോയാൽ ഒരു 2-3 മീറ്റർ. അത് സ്വാഭാവികമായിട്ടും ഇത്രയും വർഷം കഴിയുന്ന സമയത്ത് ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് സാധ്യമാകുന്നതാണ്. സുഹൃത്തുക്കൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ലെന്ന് വിജിലിന്റെ പിതാവ് വിജയൻ. നമ്മളെ മക്കളെ പോലെ ഞാൻ വിശ്വസിക്കാൻ കൂടിയിട്ട് അവ ഒരു പതറില്ല, ഒരു വാക്ക് പോലും മാറി പറഞ്ഞില്ല. ഇത്രയും ദിവസമായിട്ട് വിശ്വസിച്ചില്ലാന്ന് ഇവരാണ് ചെയ്തതെന്ന് എന്നെ സ്റ്റേഷനിൽ വിളിപ്പിച്ച് പറഞ്ഞിട്ട് ഞാൻ ഭാര്യയോട് പറഞ്ഞു. ഇങ്ങനെയാണ് ഭാര്യയോട് പെട്ടെന്ന് പറയണ്ടെന്ന് ഞാനും മോനും വിചാരിച്ച് പോന്നതാ. ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞ് വിശ്വസിച്ചില്ല. കേസിൽ 2ാം പ്രതി രഞ്ജിത്ത് കൂടി പിടിയിലാകാനുണ്ട്. 24 കോഴിക്കോട്. നേപ്പാളിൽ മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ നേതൃത്വത്തിൽ താത്കാലിക സർക്കാർ രൂപീകരിക്കാൻ ധാരണ. പ്രസിഡന്റ് രാംചന്ദ്ര പൌഡേൽ, സൈനിക മേധാവി അശോക് രാജ് സിഗ്ഡൽ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചകളിലാണ് ധാരണ. ജൻസി സംഘർഷത്തിൽ ഇന്ത്യക്കാരടക്കം 51 പേർ മരിച്ചതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രസിഡന്റ് രാംചന്ദ്ര പൌഡലിന്റെ സാന്നിധ്യത്തിൽ സൈനിക മേധാവി അശോക് രാജ് സിഗ്ഡൽ വിവിധ ജൻസി സംഘങ്ങളുമായി നടത്തിയ ചർച്ചകളിലാണ് സുശീല കർക്കിയെ ഭരണ ചുമതല ഏൽപ്പിക്കാനുള്ള ധാരണയിലെത്തിയത്. നേപ്പാൾ ഭരണഘടനയനുസരിച്ച് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ വിരമിച്ച ശേഷം മറ്റ് ഭരണഘടനാ ചുമതലകൾ ഏൽക്കാനാകില്ല. ഇക്കാര്യത്തിൽ ഉൾപ്പെടെ ഇളവുകളാകാമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി. നേപ്പാൾ വൈദ്യുത അതോറിറ്റിയുടെ മുൻ MD കുൽമാൻ ഗിസിംഗിന്റേതടക്കമുള്ള പേരുകൾ ഉയർന്നുവന്നെങ്കിലും സുശീല കർക്കിക്കാണ് കൂടുതൽ പിന്തുണ. നേപ്പാളിൽ 2 ദിവസത്തെ സംഘർഷത്തിനിടെ 51 പേർ മരിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ടീച്ചിംഗ് മെഡിക്കൽ കോളേജിൽ പൂർത്തിയായി. സംഘർഷത്തിൽ മരിച്ചവരിൽ ഗാസിയാബാദ് സ്വദേശി രാജേഷ് ഗോള എന്ന വീട്ടമ്മയും ഉൾപ്പെടുന്നു. പ്രക്ഷോഭകർ തീവച്ച ഹോട്ടലിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റത്. സംഘർഷത്തിനിടെ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട 12,533 തടവുകാർക്കായുള്ള തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. 24 ഡൽഹി. നേപ്പാളിൽ കുടുങ്ങിയ മലയാളി സംഘം നാട്ടിലെത്തി. കോഴിക്കോട് സ്വദേശി ശശികുമാറും കുടുംബവുമാണ് തിരികെ എത്തിയത്. സ്വന്തം ചെലവിലാണ് നാട്ടിലെത്തിയത് എന്ന് ശശികുമാർ പറഞ്ഞു. അത് ഇത്രയൊരു ഭയങ്കര ഭീകര പ്രശ്നമാവുന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പറഞ്ഞിട്ട് ഹിൽ സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ പോയി ഫസ്റ്റ് ദിവസം ഞങ്ങൾക്ക് ഒന്നുണ്ടായില്ല. സെക്കൻഡ് ഡേ ആണ് ഞങ്ങൾ 2 ബാച്ചായിട്ട്, അതായത് ഒന്ന് ടൗണിലേക്ക് ലേക്കിൻ്റെ അങ്ങോട്ട് കുറച്ച് പേര് പോയി. ലേക്കിൻ്റെ അവിടേക്ക് പാരച്യൂട്ട് വഴി ഇറങ്ങാൻ നിന്നവരാണ് മുകളിൽ കൊടുക്കുകയും അവിടെ കംപ്ലീറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഭീകര ആ പ്രധാനം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പം. തീരുമാനം KPCC അധ്യക്ഷൻ പറയുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പങ്കെടുക്കണമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന് തീരുമാനിക്കാം എന്നായിരുന്നു KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. ഇതിനിടെ രാഹുലിനെതിരായ ലൈംഗികാരോപണ കേസിൽ നിയമസഭാ സമ്മേളനത്തിന് മുൻപേ പുരോഗതി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കണമോ എന്നതിൽ പല അഭിപ്രായങ്ങളാണ് പാർട്ടിക്കുള്ളിൽ. തെരഞ്ഞെടുപ്പ് കാലത്തെ നിർണായക നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുത്താൽ ഭരണപക്ഷം രാഷ്ട്രീയ ആയുധമാക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം. സഭയിൽ വരുന്നതിൽ രാഹുൽ സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കട്ടെ എന്ന അഭിപ്രായമുള്ളവരുമുണ്ട്.
രാഹുലിനെതിരെയുള്ള സസ്പെൻഷൻ നടപടി സ്പീക്കറെ അറിയിക്കേണ്ടി വരുമെന്ന വിലയിരുത്തലാണ് നേതൃത്വം. അന്തിമ തീരുമാനം KPCC നേതൃത്വം എടുക്കട്ടെ എന്ന നിലപാടിലാണ് AICC. ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അച്ചടക്ക നടപടി പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമായി പറഞ്ഞ കാര്യമാണ്. പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ സംഘടനാപരമായ കാര്യങ്ങളാണ്. അതെല്ലാവരും കൂടി ആലോചിച്ച്, ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ടതോ KPCC പ്രസിഡന്റ് ഒറ്റയ്ക്ക് പറയേണ്ടതല്ലോ, എല്ലാവരുമായിട്ട് ആലോചിച്ച് KPCC പ്രസിഡന്റ് ഉചിതമായ തീരുമാനം പ്രഖ്യാപിക്കും. അതേസമയം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കണമോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന് തീരുമാനിക്കാമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. നിയമസഭയിൽ രാഹുലിനെതിരെ പ്രതിഷേധമുണ്ടായാൽ സംരക്ഷണം നൽകേണ്ടത് സ്പീക്കറാണെന്നും സണ്ണി ജോസഫ്. അദ്ദേഹത്തിന് ഒരു MLA എന്ന നിലയ്ക്ക് സഭയിൽ പങ്കെടുക്കുന്നതിന് അയോഗ്യതയില്ല. സഭയിൽ പങ്കെടുക്കുന്നതിന് യാതൊരു അയോഗ്യതയും ആസിറ്റീസില്ല. തീരുമാനിക്കാം. രാഹുലിനെതിരായ അന്വേഷണത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാനില്ലെന്ന പരാതിക്കാരുടെ തീരുമാനം ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നുണ്ട്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ പ്രത്യേകം കേസെടുക്കാനാകുമോ എന്ന് ക്രൈംബ്രാഞ്ച് നിയമ ഉപദേശം തേടിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും ലഭിച്ചിട്ടില്ല. പരാതി നൽകാൻ തയ്യാറാകാത്തതിന് കാരണം ഭീഷണിയും സമ്മർദ്ദവുമാണോ എന്നും ക്രൈംബ്രാഞ്ച് പ്രത്യേകം അന്വേഷിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുപ്പക്കാർ പരാതിക്കാരുടെ കുടുംബാംഗങ്ങളെയും ബന്ധപ്പെട്ടതായി ക്രൈംബ്രാഞ്ചിന് വിവരം ലഭിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പോലീസിന്റെ കസ്റ്റഡി മർദ്ദനത്തിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ മർദ്ദനമേറ്റവരുടെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് പത്തനംതിട്ട അടൂരിൽ മരിച്ച DYFI പ്രവർത്തകൻ ജോയ്ലന്റെ പിതാവ് 24നോട് പറഞ്ഞു. കൊല്ലത്ത് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് പോരാട്ടം തുടരുമെന്ന് മർദ്ദനമേറ്റ സുരേഷ് വ്യക്തമാക്കി. അതിനിടെ ആലപ്പുഴ DYSP മധുബാബുവിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ പരാതി നൽകി. അടൂര് CPMന്റെ ചില കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ള കണക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് അവനെ പോലീസിനെ കൊണ്ട് പറയിപ്പിച്ച്. ഈ പറയുന്ന യു ബിജു അന്ന് CA ആയിരുന്നു. യു ബിജു എൻ്റെ പിറ്റേ ദിവസം ഞാൻ എൻ്റെ മോൻ്റെ കാറ് എടുക്കാൻ ചെന്നപ്പോൾ, ജാമ്യത്തിലെടുക്കാൻ ചെന്നപ്പോൾ അയാൾ എന്നെ വിളിച്ചിരുത്തി എന്നോട് സംസാരിച്ചാൽ ഞാൻ നിരപരാധിയാണ്, എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചാന്ന് പറഞ്ഞു. പത്തനംതിട്ട അടൂരിലെ DYFI പ്രവർത്തകൻ ജോയിലിന്റെ മരണത്തിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനം. പോലീസ് മർദ്ദനമാണ് ജോയിലിന്റെ മരണത്തിന് കാരണമെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. മകൻ പാർട്ടിക്ക് വേണ്ടി ജീവിച്ച ആളായിരുന്നതിനാൽ ഒരു വട്ടം കൂടി CPIM നേതൃത്വത്തിന് പരാതി നൽകുമെന്നും പിതാവ് ജോയ്ക്കുട്ടി 24നോട് പറഞ്ഞു. കൊല്ലത്ത് ദളിത് യുവാവിനെ പോലീസ് ആളുമാറി മർദ്ദിച്ച സംഭവത്തിൽ 1 വർഷം പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയില്ല. SI മനോജ് ചട്ടലംഘനം നടത്തിയെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് നൽകിയിട്ടും നടപടിയില്ല. ചടയമംഗലം സ്വദേശി സുരേഷിനെയാണ് കാട്ടാക്കട SI മനോജ് വീട് കയറി മർദ്ദിച്ചത്. ആരെയാണ്ട് വെട്ടിയെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്ന് വീട്ടിൽ വന്ന് ഇവർ ചോദിച്ച് അങ്ങനെ ഫസ്റ്റിൽ എന്നെ പിടിച്ച് വിലങ്ങ് വയ്ക്കുക എല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ യഥാർത്ഥ പ്രതിയെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ എന്നെ ഇറക്കി വിട്ട് ഇവിടെ വഴിക്ക് കൊണ്ടുവന്ന് പകുതിക്ക് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് കളഞ്ഞിട്ട് പോയി. സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആലപ്പുഴ DYSP മധുബാബുവിനെതിരെ മുഖ്യമന്ത്രിക്കും DGPക്കും സിനിമാ നിർമ്മാതാവ് ഷീല കുര്യൻ പരാതി നൽകിയത്. സാമ്പത്തിക തട്ടിപ്പ് പരാതി നൽകാനെത്തിയപ്പോൾ അപമാനിച്ചെന്നാണ് ആരോപണം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്നൊരു വാർത്ത. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, വിശദാംശം. നിഖിൽ, കേൾക്കാമോ? ഒരാൾക്ക് കൂടി ഇപ്പോൾ രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ആകെ 10 പേരാണ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഈ കുട്ടി മലപ്പുറം അരീക്കോട് സ്വദേശിയാണ്. മലപ്പുറം അരീക്കോട് സ്വദേശിയായിട്ടുള്ള 10 വയസ്സുകാരിക്കാണ് ഏറ്റവും ഒടുവിൽ രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ കുട്ടി കഴിഞ്ഞ ദിവസം തോട്ടിൽ കുളിച്ചിരുന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതോടുകൂടിയാണ് ആകെ രോഗം ബാധിച്ച് ചികിത്സയിൽ ഉള്ളവരുടെ എണ്ണം 10 ആയി മാറുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഏതാണ്ട് 5 പേരുടെ മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ വളരെ ഗൗരവത്തിലാണ് ആരോഗ്യവകുപ്പ് അടക്കം ഈ രോഗം ബാധിച്ച് ഇവിടേക്ക് എത്തുന്ന ആളുകളെ കാണുന്നത്. ഏറ്റവും മികച്ച ചികിത്സ ഇവർക്ക് നൽകി പോരുന്നുണ്ട്. അതിനിടയിലാണ് ഒരാൾക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നാണ് അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തിയത്. ആദ്യ പരിശോധനയിൽ തന്നെ, സ്രവ പരിശോധനയിൽ തന്നെ ഈ കുട്ടിക്ക് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ കാസർഗോഡ്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നിന്നുള്ളവരായി ചികിത്സയിലുള്ളവരുടെ എണ്ണം 10 ആയി മാറിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നു. മലപ്പുറം അരീക്കോട് സ്വദേശി 10 വയസ്സുള്ള പെൺകുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ളവരുടെ എണ്ണം 10 ആയി. ഇനി ഇന്നത്തെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയായി CP രാധാകൃഷ്ണൻ സത്യപ്രതിജ്ഞ ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ചടങ്ങിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും.
സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ പവന് 560 രൂപ കൂടി 81,600 രൂപയായി. ഗ്രാമിന് 70 രൂപ വർദ്ധിച്ച് 10,200 രൂപ. RSS പരിപാടിയിൽ പങ്കെടുത്തതിന് CPIM പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ പാർട്ടി നടപടി. കോഴിക്കോട് തലക്കുളത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KT പ്രമീളയ്ക്കെതിരെയാണ് പാർട്ടി നടപടി. ഡൽഹി, ബോംബെ ഹൈക്കോടതികളിൽ ബോംബ് ഭീഷണി. സന്ദേശമെത്തിയതിനു പിന്നാലെ പോലീസ് പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. അങ്കമാലിയിൽ സ്വകാര്യ ബസ് സമരം തുടരും. ബസ് തൊഴിലാളികളുമായി ജില്ലാ ലേബർ ഓഫീസർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. അമേരിക്കൻ പോഡ്കാസ്റ്റർ ചാർലി കിർക്കിന്റെ കൊലപാതകയെ പിടികൂടിയതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അമേരിക്കൻ മാധ്യമമായ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് അറസ്റ്റിനെ കുറിച്ചുള്ള സൂചന നൽകിയത്. ഇപ്പോഴത്തെ കാലാവസ്ഥ. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.